ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതായത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു പൂ ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ വൈറ്റ് കളർ സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 2 ഇഞ്ചിൻ്റെ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു പോർഷൻ, അതായത് ഒരു എൻഡ് പോർഷൻ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് ഈ പൂവിനെ ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. നമുക്ക് ആവശ്യമുള്ള വലിപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ഇരിക്കുന്ന പോർഷൻ, അതായത് ഈ സാറ്റിൻ റിബണിൻ്റെ ബാലൻസ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് തയ്ച്ച് പിടിപ്പിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവാണിത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിലോ ഡ്രസ് മെറ്റീരിയൽസിലെല്ലാം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അല്ലാതെ നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. തലയിൽ വെക്കുന്ന സ്ലൈഡിൽ, ക്ലിപ്പിലൊക്കെ നമുക്കിത് ഒട്ടിച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനത്തെ പൂ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഏത് കളറിലും ഇപ്പം സാറ്റിൻ റിബൺ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സിൽവർ കളർ, ഗോൾഡൻ കളർ, അങ്ങനത്തെ ഒക്കെ സാറ്റിൻ റിബൺ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയോ നമുക്കോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നല്ല ബലത്തിനിരിക്കാൻ വേണ്ടി, അഴിഞ്ഞു പോകാൻ പാടില്ല. അതിനനുസരിച്ച് നമുക്കിത് മുഴുവനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. പിന്നെ ഞാൻ ഈ സാറ്റിൻ റിബൺ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റം ചെയ്തിട്ടുണ്ട്. ഈവൻ കമ്മലുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾക്ക് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ, ഡാൻസൊക്കെ വരുമ്പോൾ ഒന്നുപോലത്തെ കമ്മൽ, ഒത്തിരി വലുതായിട്ട് റോസാപ്പൂ ഉണ്ടാക്കി ഇതുപോലെ കമ്മലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാൻഡിൽ ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫ്രോക്കിൽ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ചൊക്കെ ബീഡ്സൊക്കെ നമ്മൾ ഒട്ടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഫ്രോക്കിലൊക്കെ വെക്കാം. ഇങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചാനലിൽ തന്നെ. പക്ഷേ ചിലർക്കൊക്കെ ഈ വീഡിയോയിൽ, അതായത് ഈ പൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് ഈ പൂ ഉണ്ടാക്കുന്നത് മാത്രം ഞാനിടുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഒന്ന് തീയിൽ കാണിച്ച് ഉരുക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.